ഞാൻ പറഞ്ഞു 10-10 എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ, അതായത് ക്ലോക്കിൻ്റെ ഒരു സ്മോൾ സൂചി 10-ലും ബിഗ് സൂചി 2-ലും ഉള്ള ആ പൊസിഷൻ വേണം നമ്മൾ എപ്പോഴും സ്റ്റിയറിംഗ് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പിടിക്കുന്നവരുണ്ട്, പക്ഷെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് ഇങ്ങനെ പിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ ഇങ്ങനെ വളയ്ക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ വളയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ പിടിച്ച് വളയ്ക്കുന്നവരുണ്ട്. അതൊക്കെ ശരിക്കും റോങ് മെത്തേഡാണ്. നമ്മുടെ കൈകൾ തമ്മിൽ അത് കുറച്ച് പ്രാക്ടീസ് ആയവർക്ക് കുഴപ്പമില്ല. സ്റ്റാൻഡ് ഉള്ള ഒരു അക്ഷരം വരുമ്പോഴാണ് ഇത് കറക്റ്റ് നമ്മുടെ വീൽസ് അലൈൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ബോണറ്റിന്റെ പുറത്തായിരിക്കും നമ്മുടെ വീൽസ്. അപ്പം അത് നമ്മൾ എപ്പോഴും പാർക്ക് ചെയ്യുമ്പം ഇത് കറക്റ്റായിട്ട് ഈ ഒരു 10-10 എന്ന പൊസിഷനിൽ ആയിരിക്കണം. അതുപോലെ തന്നെ വണ്ടി നമ്മൾ ഓഫാക്കിയിരിക്കുമ്പോൾ ന്യൂട്രലായിരിക്കണം. എപ്പോഴും നമ്മൾ ഓഫാക്കുമ്പോൾ ഒന്നുകിൽ ഫസ്റ്റിൽ അല്ലെങ്കിൽ ന്യൂട്രലായിരിക്കണം വണ്ടി എപ്പോഴും ആയിരിക്കേണ്ടത്. ഇപ്പോൾ 2 വണ്ടി ഞാൻ കാണിച്ചു, അതായത് SUV ഡ്രൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാനിതാ സേഡൻ ടൈപ്പുള്ള സ്വിഫ്റ്റ് ഡിസയർ ഞാൻ ഓടിച്ചു. അപ്പം ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലേഡീസിന് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് എനിക്ക് സ്വിഫ്റ്റ് ഡിസയർ തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല പ്രാക്ടീസൊക്കെ ആയി കഴിയുമ്പോൾ SUV-യോ എന്ത് വണ്ടി വേണമെങ്കിലും ലേഡീസിന് ഓടിക്കാം. പക്ഷേ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുമ്പോൾ ചെറിയ വണ്ടികളൊക്കെ ഓടിച്ച് അത്യാവശ്യം ശീലിച്ചതിന് ശേഷം നമുക്ക് ആ റോഡിൻ്റെ ആ സൈഡ്സ്, സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ്, ക്ലച്ചിൻ്റെ സംഭവങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ എളുപ്പം എപ്പോഴും ചെറിയ വണ്ടികളാണ്. അതുപോലെ തന്നെ നമുക്ക് ലേഡീസിന് അധികം കാലിന് നീട്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒത്തിരി ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ SUV ഓടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ലേഡീസ് പൊതുവേ ആണുങ്ങളെ അപേക്ഷിച്ച് പൊക്കം കുറവായുള്ളവരായതുകൊണ്ട് നമ്മുടെ ലെഗ്സിന് നീട്ടം ഒക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് സ്വിഫ്റ്റ് ഡിസയർ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.